ശബരിമല തീർത്ഥാടകരെ വഴിയിലിറക്കിയ സംഭവം കടുത്ത നടപടിയെടുത്ത ഗതാഗത മന്ത്രി. താൽക്കാലിക ജീവനക്കാരനായ ബസ് ഡ്രൈവറെ പിരിച്ചുവിടാനും കണ്ടക്ടറെ സ്ഥലം മാറ്റാനും നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പൂവാറിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടേക്കാണ് കണ്ടക്ടറെ സ്ഥലം മാറ്റിയത്. സംഭവത്തിൽ അന്വേഷണത്തിനും ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാണാതായ ആദിവാസി യുവാവ് മരിച്ച നിലയിൽ. അരിപ്പ ഒരേക്കറിൽ താമസിക്കുന്ന 30-കാരനായ സജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് സജിൻ ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്നു. 3 മക്കളുണ്ട്. ഭാര്യയുമായി ഉണ്ടായ തർക്കത്തിന് ശേഷം ഒരേക്കറിലെ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. 3 ദിവസമായി ഇയാളെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലഹരി വിൽപ്പന. കോഴിക്കോട് ദമ്പതികൾ പിടിയിൽ. 200 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 2 പേർ കൂടി അറസ്റ്റിലായത്. അരീക്കോട് സ്വദേശി മുഹമ്മദ് ഇർഫാൻ, ഭാര്യ TC നിർഭാന എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഉപഭോക്താക്കൾക്കിടയിൽ ഇർഫാനെ ഡോൺ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. രാത്രിയിൽ മാത്രം പുറത്തിറങ്ങി ലഹരി വിൽക്കുകയാണ് ഇർഫാൻ ചെയ്തിരുന്നത്. സംശയം തോന്നാതിരിക്കാൻ ഭാര്യയെ ഒപ്പം കൂട്ടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള. തന്ത്രി കണ്ഠരര് രാജീവരര് ജയിൽ മോചിതനായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരരും ജയിൽ മോചിതനായി. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് അടക്കമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിയാണ് കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിലും ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 41-ാം ദിവസമാണ് തന്ത്രി ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കോടതി അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടു പോകരുത്, പാസ്പോർട്ട് കെട്ടിവെക്കണം, ചൊവ്വ ശനി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. ആമസോണിൽ ഓർഡർ ചെയ്ത യുവാവ് പാഴ്സൽ തുറന്നപ്പോൾ ഞെട്ടി. ഓൺലൈനിലെ ഓർഡറുകളിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്ന വാർത്തകൾ നിരവധിയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് കോട്ടയം സ്വദേശിയായ യുവാവിനുണ്ടായ ദുരനുഭവം. പ്രശസ്ത വെബ്സൈറ്റായ ആമസോണിലെ ഓർഡറിലാണ് കോട്ടയം പൈക സ്വദേശി ഡോൺ ടോമിന് ദുരനുഭവം ഉണ്ടായത്. ഡോൺ ടോം ആമസോണിൽ ഓർഡർ ചെയ്ത ലാപ്ടോപ്പ് ആയിരുന്നു. ദിവസങ്ങൾക്കിപ്പുറം പാഴ്സൽ ലഭിച്ചപ്പോൾ സന്തോഷത്തോടെ തുറന്നുനോക്കിയ ഡോണിനുണ്ടായത് കടുത്ത നിരാശയാണ്. പാഴ്സലിനുള്ളിൽ ലാപ്ടോപ്പിന് പകരം കല്ലും തുണിയുമായിരുന്നു. 55,000 രൂപ വില വരുന്ന ലാപ്ടോപ്പ് ഓർഡർ ചെയ്ത് ഫെബ്രുവരി 12-നായിരുന്നു. പാഴ്സലിലെ കല്ലും തുണിയും ചിത്രവുമടക്കം ഡോൺ ആമസോൺ അധികൃതർക്ക് പരാതി നൽകി. പരാതി പരിശോധിക്കുമെന്ന് ആമസോൺ കമ്പനി അധികൃതർ അറിയിച്ചതായി ഡോൺ വ്യക്തമാക്കി. പൊൻകുന്നം പോലീസിലും യുവാവ് പരാതി നൽകിയിട്ടുണ്ട്.